യഹ്വേ യാഹ്വേ. ഈ BGM മാത്രമാണ് ഈ സിനിമയിൽ ആകപ്പാടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ BGM മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം കൊണ്ടും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഈവൻ ദോ ഇറ്റ്സ് എ റിപ്പീറ്റഡ് സംഭവമാണെങ്കിൽ കൂടി, സെയിം ടെംപ്ലേറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നുള്ള ഒരു മൂവിയായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് നല്ല സ്ക്രീൻ പ്ലേയും അതേപോലെ തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് ഉണ്ടാകുമായിരുന്നു. എല്ലാവരും വിജയ് ദേവരകൊണ്ടയുടെ കുറേ വളരെ നന്നായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടാണ് ഈ മൂവിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചവരാണെങ്കിലും വില്ലനായിട്ട് അഭിനയിച്ചവരാണെങ്കിലും വളരെ നന്നായിട്ടുള്ള പെർഫോമൻസാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേഴ്സണലി എനിക്ക് വിജയ് ദേവരകൊണ്ടയുടെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.